നമസ്കാരം. അമേരിക്കയിൽ ഹെലികോപ്റ്റർ തകർന്ന് മലയാളി യുവാവ് ഉൾപ്പെടെ 2 പേർക്ക് ദാരുണാന്ത്യം. ജോർജിയയിലുള്ള ഡോസൺ കൗണ്ടിയിലാണ് സംഭവം ഉണ്ടായത്. അറ്റ്ലാന്റ സ്വദേശികളായ ഫിജി ഫേബ ദമ്പതികളുടെ മകനും ഡെൽറ്റ എയർലൈൻസ് പൈലറ്റുമായ ഡേവ് ഫിജി, ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. മെയ് 29 വെള്ളിയാഴ്ച രാത്രി 10:30 നാടിനെ നടുക്കിയ ആ സംഭവം ഉണ്ടായത്. മെയ് 29 തന്നെയായിരുന്നു ഡേവിന്റെയും ജെസ്നിയുടെയും വിവാഹം. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ഇവർ സഞ്ചരിച്ച റോബിൻസൺ R-66 എന്ന ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. അപകടത്തിന് കാരണമായത് മോശം കാലാവസ്ഥയാണ് എന്നാണ് പുറത്തുവരുന്ന പ്രാഥമികമായ നിഗമനം. അതേസമയം അപകട സമയത്ത് ഡേവ് അല്ലായിരുന്നു ഹെലികോപ്റ്റർ നിയന്ത്രിച്ചിരുന്നത് എന്ന വിവരങ്ങളുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അപകടത്തിന്റെ ആഘാതത്തിൽ വരൻ ഡേവും ഹെലികോപ്റ്റർ പൈലറ്റും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. എന്തായാലും പരിക്കേറ്റ വധു ജെസ്നി നിലവിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. അപകട വിവരമറിഞ്ഞ് ഡോസൺ കൗണ്ടി ഷെരീഫ് ഓഫീസ്, ഫയർ ആൻഡ് EMS യൂണിറ്റുകൾ എന്നിവർ ഉടൻ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. ഡോസൺ വില്ലയിലെ 24 മൗണ്ട് വെർണൺ ഡ്രൈവിന് സമീപമാണ് അപകടം സംഭവിച്ചത്. അതേസമയം സംഭവത്തെക്കുറിച്ച് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അന്വേഷണം ആരംഭിച്ചതായി പ്രാഥമിക മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂ ടെസ്റ്റമെന്റ് ചർച്ചാംഗങ്ങളാണ് അപകടത്തിൽപ്പെട്ട ഈ കുടുംബം. പരേതനായ പാസ്റ്റർ ദെസ്തോസ് ചെറിയാന്റെ മകന്റെ ഭാര്യയുടെ അനിയത്തിയുടെ മകനാണ് മരണപ്പെട്ട ഡേവ് ഫിജി. വിവാഹ ദിനത്തിൽ തന്നെ സംഭവിച്ച ഈ ദാരുണ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് അറ്റ്ലാന്റയിലെ മലയാളി സമൂഹവും ബന്ധുക്കളും. അതേസമയം മരിച്ച മറ്റൊരാൾ ആരാണ് എന്ന കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും മോശം കാലാവസ്ഥ തന്നെയാണ് ഈ ഒരു അപകടത്തിന്റെ പ്രധാന കാരണമായി നിലനിൽക്കുന്നത്. വിമാനം ഓടിച്ചതും ഡേവ് അല്ലായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ ഇരുവരുടെയും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അതേസമയം അമേരിക്കയിലെ ടെക്സാസിൽ ഈ മാസം ആദ്യം ചെറുവിമാനം തകർന്നു വീണ 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. അമറില്ലോ പിക്കിൾ ബോൾ ക്ലബിലെ കളിക്കാരാണ് മരിച്ചത്. രാത്രിയിൽ ടെക്സാസിലെ വിംബർലിക്ക് സമീപമാണ് അപകടമുണ്ടായത്. സെസ്ന 421C എന്ന ചെറുവിമാനമാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലെ യാത്രക്കാർ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു എന്നാണ് വിവരം. ഓസ്റ്റിനിൽ നിന്ന് 40 മൈൽ അകലെയുള്ള വിംബർലിയിലെ വനമേഖലയിലായിരുന്നു അന്ന് വിമാനം തകർന്നു വീണത്. അപകട സമയത്ത് വിമാനം അമിത വേഗതയിലായിരുന്നുവെന്നും മോശം കാലാവസ്ഥയും വെല്ലുവിളിയായെന്നുമാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. എന്തായാലും അന്ന് 5 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചതായി അധികൃതർ അറിയിച്ചിരുന്നു. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും ചേർന്ന് അപകടത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിമാനത്തിന്റെ ലൊക്കേറ്റർ ഉപകരണം അപകടത്തിന് തൊട്ടുമുമ്പ് അപായ സന്ദേശം അയച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അമേരിക്കയിൽ ഹെലികോപ്റ്റർ തകർന്ന് മലയാളി യുവാവ് ഉൾപ്പെടെ 2 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്.